ഹലോ. അങ്ങനെ വെക്കേഷനൊക്കെ ഏകദേശം അവസാനിക്കാനായല്ലേ? അപ്പോഴാട്ടോ എൻ്റെ തനുക്കുട്ടി അപ്പൂസും പറയാണ്, അമ്മ ഞങ്ങൾക്ക് ഇപ്രാവശ്യം പുതിയ സ്കൂളിൽ പോകുന്നതിന് സന്തോഷമുണ്ട്, പക്ഷേ ഞങ്ങളുടെ പഴയ സ്കൂളിൽ വിട്ടു പോകുന്നതിൽ സങ്കടമുണ്ട് എന്നൊക്കെ. അങ്ങനെ ഓരോന്നും പറഞ്ഞൊരു സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴാട്ടോ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാട്ടോ ഇത്. ഇവനെ നമുക്ക് കിട്ടുന്ന ഒരു റോഡ് സൈഡിൽ നിന്നാട്ടോ. നമ്മുടെ കുടിയിരിപ്പിനോടനുബന്ധിച്ച് നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോഴാണ് നമുക്ക് ഇവനെ കിട്ടിയതും, അതും വഴിയരികിന്ന് കേട്ടോ. അങ്ങനെ ഏകദേശം ഇപ്പം നമ്മുടെ കൂടെ കൂടിയിട്ട് 2 വർഷത്തോളമൊക്കെ ആകാനായി. ഇത്രയും കുറേ ചെടികളുണ്ട് കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഏട്ടനാണെങ്കിൽ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ചെടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. കുറേ ചെടികൾ പണ്ടേ മുതലേ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഞാനും കുറേ ചെടികളൊക്കെ നട്ടുണ്ടാക്കി. അതിലൊന്ന് അതിൻ്റെ മഞ്ഞ റോസ കണ്ടോ, ഇതാട്ടോ എൻ്റെ ചെണ്ടക്കോല്. പിന്നെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ചെടികൾ നമ്മൾ നട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന കടലാസ് ചെടിയിൽ ഒരു ചെടി തന്നെയാണിത്, പക്ഷേ ഇതിൽ ഇഷ്ടംപോലെ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ചെടി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയതാണ്, പക്ഷേ അതിൽ നിന്ന് ഞാൻ നട്ടുണ്ടാക്കി എടുത്തതാട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ നമ്മുടെ ചൈനീസിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് നല്ല കാറ്റ് കേട്ടോ. മഴ വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല കാറ്റാണ്. ഈ കുന്നിൻ്റെ മേലെ നിന്നുള്ള ഈ കാറ്റ് വീശുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതേപോലെ തന്നെ പേടിയുമാണ് കേട്ടോ. കാരണം റബ്ബറുണ്ട്, തെങ്ങുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ റബ്ബറൊക്കെ വേണമെങ്കിൽ എൻ്റെ കൊമ്പൊക്കെ പൊട്ടിച്ചാടാനുള്ള ചാൻസുകൾ വളരെ ഏറെയാണ്. അങ്ങനെ ആ കാറ്റൊക്കെ കണ്ട് ഞാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡാൻസിങ് ചെടി അവിടെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു, കണ്ടോ ശരിക്കൊരു ഡാൻസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന പോലെ ഇല്ലേ ഈ പൂവ് കാണാൻ. ഡാൻസിങ് ലേഡി എന്നാട്ടോ ഇതിനെ വിളിക്കുന്നത്. ഒരു മലാഖേനെ പോലെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ ഇതിനെ കാണാൻ. എൻ്റെ മൂച്ചിൻ്റെ ചുറ്റിനും ഞാൻ ഇതിനെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോ ചെടിയിൽ പൂട്ട് കഴിയുമ്പോൾ അടുത്ത ചെടികളായിട്ട് എനിക്ക് പൂ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ. ചെടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഏട്ടനെ പോലെ എനിക്കും താല്പര്യമുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഈ കാണുന്ന ചെടി എനിക്ക് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. ആ ഏട്ടനെ അതിനെ കളയാൻ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് തന്നതാട്ടോ. കൊണ്ടുപോയി നോക്ക്, റെഡിയായി കിട്ടുമെങ്കിൽ നിങ്ങൾ നട്ടുണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് തന്നയച്ചതാണ്. മഴ റെഡിയായിട്ട് നിൽക്കുക കേട്ടോ പെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ കാറ്റ് കണ്ടില്ലേ? ഇതൊക്കെ കണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നിരുന്നു കേട്ടോ. വീടിനുള്ളിലേക്ക് കയറാനും തോന്നുന്നില്ല, എന്നാൽ പുറത്ത് നിന്ന് മഴ പെയ്യുന്നുള്ള അവസ്ഥയായേ. അങ്ങനെ കുറേ നേരം ഇതിൻ്റെ ഭംഗികളെല്ലാം ആസ്വദിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പതിയെ മഴ ചാറി തുടങ്ങി. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറി നിന്നു കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ. ഇനി നിങ്ങൾക്ക് മഴയുടെ ഒച്ച കേൾക്കാവേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.